ആശകളായിരം ജയറാമിന്റെ പുത്തൻ ചിത്രമാണ്. ഈ ചിത്രം ഇറങ്ങിയപ്പോൾ മുതൽ ആരും മോശം അഭിപ്രായം ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു നൈസ് പടമായിട്ട് വന്നു. നൈസ് പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അസാധാരണ പടമൊന്നും അല്ലെങ്കിൽ മോശമല്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാവുന്ന ജയറാമിന്റെ സിനിമ ചുറ്റിയുള്ള കഥാപാത്രവും ബാക്കിയുള്ളവരൊക്കെ മോശമല്ലാതെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ജയറാം, ആശ ശരത്, കാളിദാസ് ജയറാം, ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള കുറച്ച് റെഫറൻസുകളൊക്കെ വരുന്നുണ്ടെങ്കിലും നൈസായിട്ട് പടം ചെയ്തേക്കുന്നതുകൊണ്ട് ഈ പടത്തിന് അത്യാവശ്യം ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും 40-45 ലക്ഷം രൂപ കളക്ഷൻ നേടി മുന്നോട്ട് പോകുമ്പം ഉറപ്പായിട്ട് ഇതൊരു ഹിറ്റ് നേടുമെന്നുള്ള ഉറപ്പാണ്. അത് ജയറാമിന് വലിയൊരു ആശ്വാസമാണ്. കാരണം ഓസ്കറിൽ മമ്മൂട്ടി ഒരു ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇതിനകത്തൊരു സോളോയാണ്, ജയറാമിൻ്റെ മാത്രം ലെവലിൽ വരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് ജയറാമിൻ്റെ അടുത്ത് തന്നെ കുറേ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. ഇത് മറ്റൊരു ആശ്വാസം നൽകുന്നത്, മറ്റൊരു ക്രെഡിറ്റ് കിട്ടുന്നത് ഇതിൻ്റെ വടക്കൻ സെൽഫിയുടെ ഡയറക്ടറിനാണ്. വടക്കൻ സെൽഫി വേറൊരു ജോണറാണ്, അതിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു ജോണറാണ് ഈ പടം ഒരു ഹിറ്റ് നേടുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വാല്യൂ വളരെയധികം കൂടുന്നുണ്ട്. എന്തായാലും ജയറാമിൻ്റെ ആരാധകർക്ക് സന്തോഷിക്കാം, അടിപൊളി ഒരു ഹിറ്റ് കിട്ടിയത്.